ഡൽഹിയിൽ സാധാരണ റൂം കിട്ടാറില്ല. ഇത്തവണ ഡൽഹിയിലെ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ CPM-ൽ മുമ്പ് കോൺഗ്രസ് എങ്ങനെയായിരുന്നു സമാനമായ അവസ്ഥ ഇപ്പോൾ CPM കടന്നു പോകുന്നത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോലും ഗുരുതരമായ അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും വരുന്നു. അതും കോട്ടയ കണ്ണൂരിൽ. അതായത് അത് മറ്റൊന്നുമല്ല, സ്വന്തം അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പാർട്ടി അണികൾക്ക് ദഹിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ G. സുധാകരന്റെ ആണെങ്കിലും TK ഗോവിന്ദന്റെ ആണെങ്കിലും കുഞ്ഞിക്കണ്ണന്റെ ആണെങ്കിലും ഒക്കെയുള്ള അവരുടെ സ്ഥാനാർത്ഥിത്വം തെളിയിക്കുന്നത്. ഇന്ന് രാത്രിയോ നാളെ കാലത്തുമായിട്ട് പുറത്തു വരും. ഇല്ല, ഒരു പ്രശ്നവുമില്ല. കാരണം മുൻപും വൈകിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് 2024 ഫെബ്രുവരി 28 LDF-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാർച്ച് 7 UDF-നെ പ്രഖ്യാപിച്ചു. 20-18 UDF ജയിച്ചു. ഇല്ല, അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല. അതൊക്കെ പാർട്ടി അത് കൈകാര്യം ചെയ്തോളും ഭംഗിയായിട്ട് തന്നെ. ഇല്ല, അത് സാധാരണ തീരുമാനം എന്ന് പറഞ്ഞാൽ വേണ്ടാന്നുള്ള തീരുമാനമാണ് മൊത്തത്തിലുള്ളത്. പക്ഷെ അത് ഏത് കാര്യത്തിനും ഹൈക്കമാൻഡിന് എക്സംഷൻ കൊടുക്കാം. അങ്ങനെ വാശിയൊന്നും പിടിക്കുന്നില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങൾ ചിലരൊക്കെ തുറന്നു പറഞ്ഞു, അത്രയും. പട്ടികക്കാവല് ശക്തമായിട്ട് ഞാൻ ഒരിക്കലും ഒരു ലൈറ്റായിട്ടുള്ള മത്സരത്തിലൂടെ ഇന്ന് വരെ ഞാൻ ജയിച്ചിട്ടില്ല. അല്ല, അതൊക്കെ ഹൈക്കമാൻഡാ തീരുമാനിക്കേണ്ട. ഞങ്ങൾക്ക് അത് തീരുമാനിക്കാൻ അവകാശമൊന്നുമില്ല. അല്ല, അദ്ദേഹം മേയർ സ്ഥാനം കൗൺസിലർ സ്ഥാനം തിരസ്കരിച്ചിട്ട് അങ്ങോട്ട് വന്നത്. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒരുപാട് പേര് തിരസ്കരിച്ചു പോയിട്ടുള്ളവരുണ്ടല്ലോ, K. രാധാകൃഷ്ണൻ ഉൾപ്പെടെ. ചരിത്രം പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. എല്ലാ പാർട്ടിക്കും ഉണ്ട് ആ ചരിത്രം. അത് K. മുരളീധരൻ മാത്രമല്ല. തീർച്ചയായിട്ടും. വട്ടിയൂർക്കാവിൽ ഗൃഹസന്ദർശനത്തിന് എത്തിയതാണ് K. മുരളീധരൻ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന്റേത് ഉണ്ടാകും. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകുമെന്നാണ് K. മുരളീധരൻ പറഞ്ഞത്. മാത്രമല്ല MP-മാർ മത്സരിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ അതിൽ ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത് എന്നും കൂടി അദ്ദേഹം പറയുകയാണ്. ഒരു കരുണാകര സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയായിരുന്നു ഇന്നലെ. ഇന്നിപ്പോ വളരെ സജീവമായി ഇറങ്ങാണ് K. മുരളീധരൻ. അവിടെ K. മുരളീധരൻ, പ്രശാന്ത്, ശ്രീലേഖ. അപ്പൊ കട്ടക്കേട്ട പോരാട്ടമാണ്. 140 മണ്ഡലങ്ങളിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന, കട്ടക്കേട്ട പോരാട്ടം, തീവാർന്ന പോരാട്ടം നടക്കുന്ന 10 മണ്ഡലങ്ങളിൽ ഒന്ന് ഉറപ്പായും വട്ടിയൂർക്കാവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.